ഹാർവാർഡ് സർവകലാശാലയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ കടുത്ത അനിശ്ചിതത്വത്തിലൂടെയും ആശങ്കയിലൂടെയുമാണ് കടന്നുപോകുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ കർശന നിലപാടുകളും തൊഴിലവസരങ്ങളിലെ കുറവും ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഹാർവാർഡിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ മറ്റു വഴികൾ തേടേണ്ടി വരുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. നിലവിലെ സാഹചര്യം ഇങ്ങനെയാണ്. ഒരു റോളർ കോസ്റ്റർ യാത്ര. ഹാർവാർഡ് വിദ്യാർത്ഥികൾ തങ്ങളുടെ പഠന ജീവിതത്തെ ഒരു റോളർ കോസ്റ്റർ യാത്രയായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ട്രംപ് ഭരണകൂടം സ്വീകരിച്ച പ്രധാന നടപടികൾ ഇവയാണ്. 2.2 ബില്യണിന്റെ ഗ്രാന്റുകൾ മരവിപ്പിച്ചു. ഇത് സർവകലാശാലയുടെ സാമ്പത്തിക സ്ഥിതിയെയും ഗവേഷണ പദ്ധതികളെയും ബാധിച്ചു. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാനുള്ള യോഗ്യത റദ്ദാക്കി. ഇത് പുതിയ വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിന് വലിയ തടസ്സമായി. വിദേശ പൗരന്മാരുടെ പ്രവേശനം താൽക്കാലികമായി നിർത്തിവെച്ചു. ഹാർവാർഡിൽ പഠിക്കാനോ എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ഇത് തിരിച്ചടിയായി. ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പിന്റെ വിമർശനമുണ്ടായി. അമേരിക്കൻ വിരുദ്ധരും തീവ്രവാദ അനുകൂലികളുമായ പ്രക്ഷോഭകർക്ക് നിരവധി ജൂത വിദ്യാർത്ഥികളെ ഉപദ്രവിക്കാനും ശാരീരികമായി ആക്രമിക്കാനും അനുവദിക്കുന്നു എന്ന് ആരോപിച്ച് DHS സർവകലാശാലയെ വിമർശിച്ചു. കൂടാതെ വിദേശ വിദ്യാർത്ഥികളുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് അപകടകരമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിവരങ്ങൾ നൽകാനുള്ള ആവശ്യം ഹാർവാർഡ് നിരസിച്ചതായും ട്രംപ് ഭരണകൂടം ആരോപിച്ചു. തൊഴിലവസരങ്ങളിലെ കുറവുകൾ. അമേരിക്കയിൽ പഠനം പൂർത്തിയാക്കി കുറച്ചുകാലം ജോലി ചെയ്യാനും വലിയ വിദ്യാർത്ഥി വായ്പ തിരിച്ചടയ്ക്കാനും ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ വിപണിയിൽ അനിശ്ചിതത്വം വലിയ ആശങ്കയാണ്. ഫണ്ടിംഗ് വെട്ടിക്കുറയ്ക്കൽ മേഖല, കാലാവസ്ഥാ വ്യതിയാനം, ആരോഗ്യ സംരക്ഷണം, പൊതുജന മേഖലകൾ എന്നിവയിലെ തൊഴിലുകളെയും ബാധിക്കുന്നുണ്ട്. വിസ റദ്ദാക്കൽ ഭീഷണിയുണ്ട്. സ്റ്റുഡന്റ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ പ്രോഗ്രാം സർട്ടിഫിക്കേഷൻ റദ്ദാക്കിയത് നിലവിലുള്ള വിദേശ വിദ്യാർത്ഥികളുടെ നിയമപരമായ പദവി നഷ്ടപ്പെടുത്താൻ ഇടയാക്കുമെന്ന ഭീഷണിയുമുണ്ടായി. മുന്നോട്ടുള്ള വഴിയെപ്പറ്റി നോക്കിയാൽ മറ്റു തിരഞ്ഞെടുപ്പുകൾ ആവശ്യമായി വരുമോ? ഈ പ്രതിസന്ധികൾക്കിടയിലും ചില വിദ്യാർത്ഥികൾ പ്രതിരോധശേഷി വളർത്തിയെടുക്കുന്നുണ്ട്. കോടതി ട്രംപ് ഭരണകൂടത്തിന്റെ നടപടികളെ തടഞ്ഞത് അവർക്ക് ചെറിയൊരു ആശ്വാസവും നൽകുന്നുണ്ട്. കൂടാതെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ലോകമെമ്പാടുമുള്ള അമേരിക്കൻ കോൺസുലേറ്റുകളോട് ഹാർവാർഡ് സർവകലാശാലയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള വിസ അപേക്ഷകൾ പുനരാരംഭിക്കാൻ പറഞ്ഞതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്കിലും ഈ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിൽ ഹാർവാർഡിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റു തിരഞ്ഞെടുപ്പുകൾ പരിഗണിക്കേണ്ടി വരാനുള്ള സാധ്യത ഏറെയാണ്. ട്രംപ് ഭരണകൂടത്തിന്റെ നയങ്ങൾ ബാധിക്കാത്ത മറ്റു US സർവകലാശാലകളിൽ പ്രവേശനം നേടാൻ ശ്രമിക്കുന്നത് ഒരു സാധ്യതയാണ്. US-ൽ ഇപ്പോഴും മികച്ച അക്കാദമിക് സ്ഥാപനങ്ങളുണ്ട്. പലതും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നുമുണ്ട്. മറ്റ് രാജ്യങ്ങളിലെ സർവകലാശാലകളെ പറ്റി പറഞ്ഞാൽ കാനഡ, യുണൈറ്റഡ് കിങ്ഡം, ഓസ്ട്രേലിയ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ മികച്ച നിലവാരമുള്ള സർവകലാശാലകളുണ്ട്. ഈ രാജ്യങ്ങൾക്ക് താരതമ്യേന സ്ഥിരതയുള്ള ഇമിഗ്രേഷൻ നയങ്ങളും തൊഴിലവസരങ്ങളുമുണ്ട്. വിസ നടപടിക്രമങ്ങളും തൊഴിൽ സാധ്യതകളും ഇവിടെ കൂടുതൽ പ്രവചനാതീതമായിരിക്കും. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ സ്വന്തം രാജ്യത്ത് തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടുന്നത് ഒരു സുരക്ഷിതമായ ഓപ്ഷനാണ്. ഇന്ത്യയിലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇപ്പോൾ അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഓൺലൈൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞാൽ ലോകോത്തര സർവകലാശാലകൾ വാഗ്ദാനം ചെയ്യുന്ന ഓൺലൈൻ കോഴ്സുകൾ പരിഗണിക്കുന്നത് ഒരു ബദൽ മാർഗമാണ്. ഇത് യാത്രാ ചെലവുകളും വിസ പ്രശ്നങ്ങളും സഹായിക്കും. പ്രൊഫഷണൽ കോഴ്സുകളും സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളെക്കുറിച്ചും പറഞ്ഞാൽ ചില വിദ്യാർത്ഥികൾക്ക് ഡിപ്ലോമ കോഴ്സുകളോ ഹ്രസ്വകാല പ്രൊഫഷണൽ കോഴ്സുകളോ തിരഞ്ഞെടുത്ത തൊഴിൽ വിപണിയിൽ പ്രവേശിക്കാൻ ശ്രമിക്കാവുന്നതാണ്. ചുരുക്കത്തിൽ ഹാർവാർഡിനെ ചുറ്റിയുള്ള രാഷ്ട്രീയവും നിയമപരവുമായ പോരാട്ടം നിലനിൽക്കുന്നിടത്തോളം കാലം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഒരു താൽക്കാലിക പ്രതിവിധി മാത്രമായിരിക്കും ആശ്വാസം. അബദ്ധവശാൽ തങ്ങളുടെ ഭാവിയെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയിലെത്താനും US സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നില്ലെങ്കിൽ മറ്റു രാജ്യങ്ങളോ ഇന്ത്യയിലെ സ്ഥാപനങ്ങളോ തിരഞ്ഞെടുക്കാനോ അവർ തയ്യാറാകേണ്ടി വരും. ഇത് വെറും പഠനത്തെക്കുറിച്ചുള്ള ആശങ്ക മാത്രമല്ല, വായ്പകൾ, തൊഴിൽ സാധ്യതകൾ, ഒരു പുതിയ സംസ്കാരവുമായി പൊരുത്തപ്പെടാനുള്ള വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ചുള്ള വിശാലമായ ചോദ്യങ്ങൾ കൂടിയാണ് ഉയർത്തുന്നത്.